നമസ്തേ. ദൈവം മനുഷ്യനാവുന്നു. മനുഷ്യരെല്ലാം മനുഷ്യരല്ലാതാകുന്ന ഈ കാലത്ത് ദൈവം തന്നെ ഇനിയും മനുഷ്യനാകേണ്ടി വരുമോ എന്നതാണ് വലിയ ഭാരം. ശരിക്കും മനുഷ്യനാവുക എന്നത് ഒരു ദൈവീക പ്രക്രിയ തന്നെയാവും. മൃഗത്വത്തിൽ നിന്ന് ദൈവത്വത്തിലേക്കുള്ള പരിണാമത്തിലെ ഒരു ഘട്ടമാണ് മനുഷ്യൻ. അരബിന്ദോയാണ് ആധ്യാത്മിക പരിണാമവാദത്തിലൂടെ ഇങ്ങനെ പറഞ്ഞത്. ഒരു ഗണെ പോലെയുള്ള സഭാപിതാക്കന്മാർക്കിടയിലെ പരാമർശങ്ങളും കൗതുകകരമാണ്. ദൈവകൽപ്പനയാൽ മണ്ണിൽ നിന്നാണ് ജന്തുക്കൾ ഉണ്ടാവുന്നത്. മണ്ണുകൊണ്ടുണ്ടാക്കപ്പെട്ട മനുഷ്യജടത്തിൻ്റെ സ്വഭാവങ്ങൾക്കും ആവേഗങ്ങൾക്കും മണ്ണാലുളവായ മൃഗത്തിൻ്റെ വാസനകളോടും കാമനകളോടും സാധർമ്മ്യമുണ്ടത്രേ. ജെറുസലേമിലെ സിറൽ ഇതിനെ കുറെ കൂടി വിശദീകരിക്കുന്നുണ്ട്. യുക്തിരഹിതമായ മൃഗചോദനകൾ പലതും മനുഷ്യപ്രകൃതങ്ങളിൽ ചിലതിനെ ഓർമ്മിപ്പിക്കുന്നവയാണത്രേ. കുറുക്കന്റെ കൗശലവും പാമ്പിന്റെ ചതിവും കുതിരയുടെ കുതിപ്പുമൊക്കെയുണ്ട് മനുഷ്യരിൽ. സിംഹം മുറ്റുകാട്ടിൽ നിന്നെന്ന പോലെയാണ് ദുഷ്ടൻ തൻ്റെ മറവിടത്തിൽ പതുങ്ങിയിരുന്ന എളിയവനെ വലയിൽ ചാടിച്ച് പിടിപ്പാൻ നോക്കുന്നത് എന്ന് സങ്കീർത്തനം. നന്മകളെക്കുറിച്ചും ആവോളം പറയുന്നുണ്ട്. ഭൂമിയിൽ ചെറിയവയെങ്കിലും അത്യന്ത ജ്ഞാനമുള്ള ഉറുമ്പിൻ്റെ കരുതലിനെയും കുഴിമുയലിൻ്റെ ജാഗ്രതയെയും വെട്ടുക്കിളിയുടെ അനുസരണത്തെയും ഒക്കെ സംബന്ധിച്ച് തിരുവെഴുത്ത് വാചാലമാവുന്നു. മൃത്യുവിലേക്ക് ഗമിക്കുന്നതിനെയാണ് മൃഗമെന്ന് ഭാഷയിലെ അർത്ഥം പറയുന്നു. അതിലെത്ര ശരിതെറ്റുകളുണ്ടെങ്കിലും മാനത്തോടെ ഇരിക്കുന്ന മനുഷ്യൻ വിവേകശൂന്യനായാൽ അവൻ മൃത്യുവിലേക്കാണ് ഗമിക്കുന്നത്. മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് മഹാനായ ബേസിലിൻ്റെ അഭിപ്രായം ഇങ്ങനെയാണ്. ഒന്ന് വെർട്ടിക്കൽ, മറ്റൊന്ന് ഹൊറിസോണ്ടൽ. മൃഗങ്ങളെ നിയന്ത്രിക്കുന്നത് ഇന്ദ്രിയങ്ങളാണ്. അവയുടെ ശരീരഘടനപ്രകാരം തന്നെ വായും വയറും ജനനേന്ദ്രിയങ്ങളുമെല്ലാം ഒരേ രേഖയിലാണ് വരുന്നത്. എന്നാൽ മനുഷ്യനിലാകട്ടെ തലച്ചോറാണ് മുകളിൽ, പിന്നീട് താഴേക്കാണ് ഓരോ അവയവങ്ങളും. ഉദരത്തിൻ്റെ വിശപ്പുകളെ നിയന്ത്രിക്കാനുള്ള മനോബലം അതിൻ്റെ മുകളിൽ, ഇളകുന്ന മനസ്സിനെ നിയന്ത്രിക്കാനുള്ള വിവേചന ബുദ്ധി ഏറ്റവും മുകളിൽ, ആലോചനാപൂർവമായ നിശ്ചയങ്ങൾ കൊണ്ട് തൻ്റെ ശരീരത്തെ നിയന്ത്രിക്കാൻ മനുഷ്യൻ്റെ രൂപകൽപ്പന പോലും അവനെ നിർബന്ധിക്കുന്നു. നിർഭാഗ്യവശാൽ കവി പാടും പോലെ ഇണചേരാനും ഇര തേടാനും മാത്രമറിയാവുന്ന ഒരു ജീവിയായിപ്പോയി നാം. പരിണാമത്തിൻ്റെ തിരോഗതി എന്നല്ലാതെ എന്തു പറയാൻ. പറുദീസയിലേക്കും അമർത്യതയിലേക്കും തിരികെ കയറാനുള്ള അഭ്യാസ പ്രകടനങ്ങൾക്കിടയിൽ മെലൻ കുന്തേരയുടെ താക്കീത് മറക്കരുത്. ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടത് മനുഷ്യൻ മാത്രമാണ്. മൃഗങ്ങൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ആദരവോടെ സക്കേർ.